സിറോ മലബാർ സഭയുടെ വിമർശനങ്ങൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി ബോഗെയ്ൻവില്ല സിനിമയിലെ ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം. 2 മില്യണിലേറെ വ്യൂസ് നേടിയ ഗാനം യൂട്യൂബ് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇപ്പോഴും 3ാമതാണ്. ജ്യോതിർമയിയും കുഞ്ചാക്കോ ബോബനും സംഗീത സംവിധായകനായ സുഷിൻ ശ്യാമുമാണ് ഈ ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജ്യോതിർമയി ധരിച്ചിരിക്കുന്ന വേഷവും ബ്ലാക്ക് തീമുമാണ് ഇപ്പോൾ വിശ്വാസികളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു തീമിനും ഗാനത്തിനും സ്തുതി പാടാൻ ഞങ്ങളെ കിട്ടില്ലെന്ന് സിറോ മലബാർ സഭ അറിയിച്ചു. ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്ന ഗാനം ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ വികലമായി ചിത്രീകരിക്കുന്നുവെന്നാണ് ആരോപണം. ഈ പാട്ട് സെൻസർ ചെയ്യണമെന്നും വേണ്ടി വന്നാൽ സിനിമ തന്നെ സെൻസർ ചെയ്യണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ മെയിൽ അയച്ചാണ് സിറോ മലബാർ സഭ ആത്മായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി പരാതി നൽകിയത്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ഗാനങ്ങൾ കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ച് തടയണമെന്നും പരാതിയിൽ പറയുന്നു. ഏതായാലും സഭയുടെ ഉദ്ദേശം നടപ്പായാലും ഇല്ലെങ്കിലും സ്തുതിഗാനത്തിന് ഈ നടപടി കൊണ്ട് ഒരു ഗുണമുണ്ടായി. സിറോ മലബാർ സഭയുടെ പരാതിക്ക് പിന്നാലെ ഗാനത്തിന് വൻ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാട്ട് കൂടുതൽ ശ്രദ്ധ നേടുകയും കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. പലരും ഈ ഗാനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും വിവാദമുണ്ടായപ്പോഴാണ് പാട്ട് കാണുന്നതെന്നും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഫ്രീ ആയി പ്രൊമോഷൻ തന്ന സിറോ മലബാർ സഭയ്ക്ക് സ്തുതി എന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത്.